ഹലോ ഗൈസ്, എല്ലാവർക്കും Mallustocktraderലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ മൊബൈൽ ആപ്പ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നാൾ ഡെസ്ക്ടോപ്പ് വേർഷനാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് മൊബൈൽ ആപ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ആപ്പ് എടുക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ഇൻ്റർഫേസാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനകത്ത് ഓരോ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഏറ്റവും ടോപ്പിൽ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പേരും ലോഗവും കാണാം. അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് വാളറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം വാളറ്റിലായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് പ്രൊഫൈൽ ഓപ്ഷനാണ് കാണുന്നത്. പ്രൊഫൈൽ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ആ ഒരു പ്രൊഫൈലിൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ സെക്ഷൻ വരുന്നുണ്ട്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് കാര്യങ്ങളും, അതായത് ഓഫർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെപ്പോഴും എല്ലാവരും ചെക്ക് ചെയ്യണം. കാരണം എപ്പോഴും ഈ ഒരു ആപ്പ് മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കാതിരിക്കാൻ നോക്കാം. പിന്നെ നമുക്കൊരു 3 ഡോട്ട്സ് വരുന്നുണ്ട്. ഈ ഒരു 3 ഡോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെറ്റിങ്സ് പോലെ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ആപ്പിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മളിപ്പോൾ നോക്കുന്നില്ല. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബാനർ, അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് ഓഫേഴ്സും അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നല്ല രീതിയിൽ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു സെക്ഷനിൽ ഇത് ഇടുന്നതായിരിക്കും. ബാനേഴ്സിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് ഡെപ്പോസിറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് ഓപ്ഷനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്പോസിറ്റിൽ നമ്മൾ XRP ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം XRP യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്രിപ്റ്റോ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫീസ് വളരെയധികം കുറവായിരിക്കും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്ന ഓഫേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഡെൽറ്റ എക്സ്ചേഞ്ചുകാർ കുറേ ഓഫേഴ്സ് നൽകുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡീറ്റോ കോയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഒരു ടോക്കൺ ആണ്. അപ്പോൾ ഈ ഒരു ടോക്കൺ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഫീസിൽ നിന്നൊക്കെ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് അവർ ഇളവ് തരുന്നതായിരിക്കും. അപ്പോൾ ഞാനായാലും കുറച്ച് ടോക്കൺസ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ട്രേഡിംഗ് ഫീസിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ട്രോൾ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ട്രോൾ ബോക്സ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുള്ള മെമ്പേഴ്സ്, അതായത് ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന മെമ്പേഴ്സ് ചാറ്റ് ചെയ്യുന്നൊരു സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചോദിച്ചാൽ മതി. ഇതിനകത്തൊരു അഡ്മിൻ ഉണ്ടാവും. അവർ നിങ്ങൾക്ക് ആ ഒരു ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് താഴെ തന്നെ റോബോ സ്ട്രാറ്റജീസും സ്റ്റേക്കിംഗ് പൂൾസും ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാക്സിമം വീഡിയോസ് കാണുക. അതിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് ട്രേഡിംഗ് ഓപ്ഷൻസ് വരുന്നത്. ഒന്ന് ഫ്യൂച്ചേഴ്സ്, പിന്നെ ഓപ്ഷൻസ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റോബോ സ്ട്രാറ്റജീസ്, പിന്നെ സ്പോട്ട് മാർക്കറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫ്യൂച്ചേഴ്സ് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നമുക്ക് പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സ് ആണ് വരുന്നത്. നമുക്ക് എത്ര നാൾ വരെ ഹോൾഡ് ചെയ്യാവുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സിൽ കിട്ടും. ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള മാർജിൻ എപ്പോഴും കീപ്പ് ചെയ്യണം. മാർജിൻ എപ്പോഴും ലോ ആയിക്കഴിഞ്ഞാൽ ലിക്വിഡേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം മാർജിൻ നല്ല രീതിയിലുള്ളവർ മാത്രം ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് എടുക്കാൻ നോക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. നമുക്ക് ടോട്ടൽ ഒരു 8 സ്ക്രിപ്റ്റിൻ്റെ ഓപ്ഷൻസ് ആണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളതാണ് ഈ ഒരു ബിറ്റ്കോയിനും എത്തേറിയും. ഇതിൽ രണ്ടിലും നമുക്ക് നല്ല രീതിയിൽ ലിക്വിഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓപ്ഷൻ ട്രേഡിംഗ് എടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും ഇതിനകത്ത് പ്രിഫർ ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. കാരണം നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള മാർജിൻ വെച്ചിട്ട് നമുക്ക് ദൂരെയുള്ള ഓപ്ഷൻസ് ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർജിൻ വേണം. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മേ ബി ഒരു 1-2 ലോട്ട്സ് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ആക്ച്വലി തിരിച്ചാണ്. നമുക്ക് ഇവർ നല്ല രീതിയിൽ ലെവറേജ് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ആകെ ഒരു റിസ്ക് ഫാക്ടർ വരുന്നത് ലിക്വിഡേഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലിക്വിഡേഷൻ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ മാർജിൻ ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ മാർജിൻ കുറച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ലെവറേജ് കുറച്ച് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ലിക്വിഡേഷൻ പ്രൈസ് തൊട്ടടുത്തായിരിക്കും. ആ ഒരു വോളറ്റൈൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രേഡ് ലിക്വിഡേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അത് കുറേ പേര് കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും ലൈവായിട്ടൊരു ട്രേഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബിറ്റ്കോയിൻ്റെ ഓപ്ഷൻസ് ആണ്. അപ്പോൾ BTC സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് എക്സ്പയറീസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഡേ എക്സ്പയറി തുടങ്ങി മന്ത്ലി എക്സ്പയറീസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ നെക്സ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ 22 ഏപ്രിലാണ്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് 23 ഏപ്രിലൊരു ട്രേഡാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നത് 29 എന്ന് പറയുമ്പോൾ മന്ത്ലി എക്സ്പയറീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ പറ്റും. ഓൾ, കോൾ, പുട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ കോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ മാത്രം നമുക്ക് സോർട്ട് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ മാത്രം സോർട്ട് ചെയ്ത് കാണിച്ചു തരും. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സ്ട്രാറ്റജി ബിൽഡർ. അതായത് ഇപ്പോൾ നമുക്കൊരു ഓപ്ഷൻ സ്ട്രാറ്റജി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത് ഞാൻ പ്രീവിയസ്ലി ചെയ്ത എല്ലാ വീഡിയോസും ചെയ്യുന്നൊരു കാര്യമാണ്.
അപ്പോൾ എന്തായാലും നമുക്കൊരു ലൈവായിട്ടൊരു ട്രേഡ് എടുക്കാം. പക്ഷേ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചാർട്ട് അനലൈസ് ചെയ്യാം. ചാർട്ടിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. അതായത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. അപ്പോൾ ഏതാണ് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഫ്യൂച്ചേഴ്സിലോട്ട് പോവാണ്. ഞാൻ എടുക്കാൻ പോകുന്നത് ബിറ്റ് കോയിൻ ആയതുകൊണ്ട് ബിറ്റ് കോയിൻ ഫ്യൂച്ചേഴ്സ് എടുത്തിട്ട് താഴെ നമുക്ക് ചാർട്ട് ഓപ്ഷൻ ഉണ്ട്. ചാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ വരുന്നത് ഈ ഒരു റീജിയനിലാണ്. അതായത് ഓൾമോസ്റ്റ് 40,825 ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. പ്രൈസ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ടൊരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പോവാണ്. പുട്ട് ഓപ്ഷൻ ഞാൻ എടുക്കാൻ പോകുന്ന സ്ട്രൈക്ക് പ്രൈസ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോ വരുന്നത് 38,765 റേഞ്ചിലാണ്. ഞാനപ്പോൾ എടുക്കാൻ പോകുന്ന സ്ട്രൈക്ക് 39,000 ആയിരിക്കും. അതിന് നമുക്ക് കുറച്ചുകൂടി ലിക്വിഡിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ 39,000 ഈ ഒരു 23rd ക്രോസ് ചെയ്യില്ല എന്നുള്ളൊരു പ്രഡിക്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ഓപ്ഷൻ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഇവിടെ ഞാൻ 23 എക്സ്പയറി എടുത്തു. നമുക്കിവിടെ 39,000 ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 39,000 ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. നമുക്ക് ഇതിനകത്ത് പുട്ട് ഓപ്ഷൻ്റെ ആ റേറ്റും കാണാൻ പറ്റും. ഞാനത് സെലക്ട് ചെയ്യാണ്. താഴെ നമുക്ക് ട്രേഡ് ഓപ്ഷൻ ഉണ്ട്. ട്രേഡ് നിൽക്കുക. അപ്പോൾ നമുക്ക് ബൈ ഓപ്ഷനും സെൽ ഓപ്ഷനും വരും. ഇതിനകത്ത് സെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എൻ്റെ അവൈലബിൾ മാർജിൻ, അതായത് എനിക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ളത് 1,190 ആണ്. ഞാൻ ഈ ഒരു ഫുൾ എമൗണ്ടിന് ട്രേഡ് എടുക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ലെവറേജ് ഓൾമോസ്റ്റ് ഒരു 50 ടൈംസ് ലെവറേജ് ഇടാണ്. കാരണം എൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാർജിൻ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ 50 ടൈംസിൽ ലെവറേജ് എടുക്കുവാണ്. ഞാൻ വീണ്ടും ബെസ്റ്റ് ബിഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ബെസ്റ്റ് ബിഡ് ഇപ്പോൾ 95 USDT ആണ്. അപ്പോൾ നമ്മൾ 95 USDT ആയിരിക്കും സെല് ചെയ്യാൻ പോകുന്നത്. വേണ്ടി വന്ന മാർജിൻ 121 USDT ആണ്. അതായത് ഓൾമോസ്റ്റ് 10,000 റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എസ്റ്റിമേറ്റഡ് പ്രീമിയം ടു ബി റിസീവ്ഡ്, അതായത് തേർഡ് ഓപ്ഷൻ നിങ്ങൾ നോക്കുക, 14.25 USDT എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ്. അതായത് നമ്മൾ സെല്ലറാണ് ഇവിടെ. സെല്ലർ ആക്ച്വലി ഇവിടെ പ്രീമിയം കളക്ട് ചെയ്യാറാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോഫിറ്റ് എപ്പോഴും ക്യാപ്ഡ് ആയിരിക്കും. 14.25 USDT ആയിരിക്കും നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് ഫീ, അപ്പോൾ ഞാൻ ആ ഒരു ഡീറ്റോ കോയിൻസ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ റെഫർ ചെയ്തുകൊണ്ടും എനിക്ക് ആ ഒരു ട്രേഡിംഗ് ഫീ ഓൾമോസ്റ്റ് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 0.15 ആയിരിക്കും ഈ ഒരു ട്രേഡിംഗ് ഫീ വരുന്നത്. ഞാനിവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുവാണ്. ഞാനിപ്പോൾ എടുത്ത് ഈ ഒരു ട്രേഡ് നമുക്ക് ഈ ഒരു പൊസിഷൻ സെക്ഷനിൽ കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഓർഡേഴ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പെൻഡിങ് ഓർഡർ ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ സെക്ഷനിൽ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടീഷണൽ ഓർഡർ, അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസോ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടീഷണൽ ഓർഡേഴ്സിലായിരിക്കും കാണാൻ പറ്റുന്നത്. സ്റ്റോപ്പ് ലോസ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കിവിടെ ആരോ ബട്ടൺ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നമ്മൾ ആ ഒരു ട്രേഡ് ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടിയിൽ തന്നെ ബ്രാക്കറ്റ് ഓർഡർ ഉണ്ട്. ബ്രാക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 റുപ്പീസിന് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ലോസ്, അതായത് 200 ആ ഒരു റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ എക്സ്പെക്റ്റഡ് ലോസ് എന്ന് പറയുന്നത് 15.75 USDT ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു 1 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഇത് മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ അത് തിരിച്ചാണ്. അത് ക്യാൻസൽ കൊടുക്കുവാണ്. ഞാനിപ്പോൾ എന്തായാലും ബ്രാക്കറ്റ് ഓർഡർ ആ ഒരു 200 തന്നെ കൊടുക്കുവാണ്. സെറ്റ് ബ്രാക്കറ്റ് ഓർഡർ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷണൽ ഓർഡേഴ്സിൽ ആ ഒരു ഓർഡേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. സോ ആക്ച്വലി ഇത്രയും ബേസിക് സ്റ്റെപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ സിമ്പിളായിട്ട് തന്നെ ട്രേഡ് എടുക്കാവുന്നതാണ്. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്ത് ആക്ച്വലി വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്നിരിക്കുന്നു. മാക്സിമം ലൈക്കും സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. താങ്ക്